ഹായ്, ഉച്ചയൂണ് നോക്കിയാലോ. കണവയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കണവ തോരൻ വെച്ചെടുക്കുക കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സ്പൂണ് മുളക് പൊടി, പിന്നെ ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് കൈവച്ച് നല്ലപോലെ പുരട്ടി ഇതൊന്ന് വേവിക്കാൻ വെക്കാം. നല്ല വെള്ളം ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന വെള്ളം നല്ല വറ്റിച്ചെടുത്താൽ മതി. കണവ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാടിട്ടങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ കണവ റബ്ബർ പോലെ ആയിപ്പോവും. പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കാം. ഇത് തോരനകത്തൂടെ ഇട്ടിട്ട് നല്ല പിന്നെയും വേവിക്കുവേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് ശകലം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് നീളത്തിനരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞ് കണവ ശകലമല്ലേ ഉള്ളൂ, അതുകൊണ്ട് സവാള ഞാൻ ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്ന് സവാളയോളം ക്യൂബായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാളയെല്ലാം നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കണവ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും കണവേ ഉള്ളായിരുന്നേ. വെന്ത് കഴിയുമ്പം അത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞ് നമ്മൾ തോരനൊക്കെ അരപ്പ് ചേർക്കത്തില്ലേ, അതുപോലെ ശകലം തേങ്ങയും ഇച്ചിരി പെരിഞ്ജീരകവും കൂടെ എടുത്ത് ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നല്ലപോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ കണവത്തോരൻ റെഡിയാണേ. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വെച്ചത് രസമാണ് കേട്ടോ. കടുക് പൊട്ടിച്ച് 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ല വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ചു വെച്ച് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇതിനകത്തോട്ട് വെളുത്തുള്ളി, കുരുമുളക് ചതച്ചതോടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ വഴറ്റി കഴിഞ്ഞ് ഇതിനകത്ത് 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. രസപ്പൊടിയൊന്നും ഇടത്തില്ലേ. എന്നിട്ട് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കായപ്പൊടിയും ചേർത്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. രസം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയായിരുന്നേ. എണ്ണ ഒഴിച്ചു കൊടുത്ത് കോവയ്ക്ക അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. രസം നല്ല വെട്ടി തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണവ തോരനും രസവും പിന്നെ മെഴുക്ക് വരട്ടിയായിരുന്നു കേട്ടോ ഉച്ചയൂണിന്. അപ്പം ഇതുപോലെ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം കേട്ടോ. ബൈ.